നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനവും ശാന്തിയും ഈശ്വരകൃപയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും പരമാത്മാവിൽ അർപ്പിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. മക്കളെ, നാരായണീയം നമ്മൾ മറന്നുപോയി കാണുമെന്ന് വിചാരിക്കുന്നു. ഉദ്ധവദൂത് ദശകം 76 നമ്മൾ 9ാം ശ്ലോകം വരെയാണ് വായിച്ചത്. അത് ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയുമ്പോൾ ഓർമ്മ വരും. എല്ലാവർക്കും നമസ്കാരം. ഉദ്ധവരെ അമ്പാടിയിലേക്ക് ഭഗവാൻ മധുരയിൽ നിന്ന് പറഞ്ഞു വിട്ടതാ. അവിടുത്തെ വിവരങ്ങളൊക്കെ അറിയാൻ, ഗോപസ്ത്രീകളുടെ വിഷമങ്ങളും ഒക്കെയാണെന്ന് ഭഗവാൻ അറിയാം. അങ്ങനെ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാനും എല്ലാവരെയും ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് വിട്ടത്. അതൊക്കെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 9ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചത്, ഭഗവാൻ മധുരയിൽ വെച്ച് ഉദ്ധവരോട് പറയുമായിരുന്നു, ഇത് എൻ്റെ രാധയ്ക്ക് വളരെ പ്രിയമാണ്. എന്തെങ്കിലുമൊക്കെ കയ്യിലെടുക്കുമ്പോൾ ഉടനെ രാധയെ ഓർക്കും. അമ്പാടിയിലാണല്ലോ രാധ. ഭഗവാൻ മധുരയിലേക്ക് ചെന്നതിന് ശേഷം ഉദ്ധവരാണ്, പരമഭക്തനായ ഉദ്ധവരാണ് ഭഗവാന് കൂട്ടിനുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനോട് പറയും, ഇത് എൻ്റെ രാധയ്ക്ക് വളരെ പ്രിയമാണ്, എൻ്റെ രാധ ഇങ്ങനെയാണ് പറയാറുള്ളത്. എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇതുപോലെ എൻ്റെ രാധയും പറയുന്നത്. സുഹൃത്തെ, മാനിനിയായ എൻ്റെ പ്രിയതമയെപ്പോലെ താങ്കൾ എന്തേ മിണ്ടാതിരിക്കുന്നത്? ഉദ്ധവർ മിണ്ടാതിരിക്കുമ്പോൾ എന്തേ എൻ്റെ രാധയെപ്പോലെ താങ്കളും മിണ്ടാതിരിക്കുന്നത് എന്നിങ്ങനെയൊക്കെ രാധയോടത്ത് ഉദ്ധവർ പറയുന്നു. നിൻ്റെ പ്രിയതമൻ എന്നോട് ഏകാന്തതയിൽ പറയാറുണ്ട്. മധുരയിൽ വെച്ച് നിൻ്റെ പ്രിയതമൻ രാധയുടെ കൂടെ ഉദ്ധവർ പറയുന്നത് അമ്പാടിയിൽ ചെന്നപ്പോൾ, നിൻ്റെ പ്രിയതമൻ ഇങ്ങനെയൊക്കെ എന്നോട് പറയാറുണ്ട് ഏകാന്തതയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ. ഇപ്രകാരമുള്ള ഭഗവത് പ്രിയങ്ങളായ വാക്കുകൾ കൊണ്ട് ഉദ്ധവർ ആ രാധയെ പ്രത്യേകം ആശ്വസിപ്പിച്ചു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അമ്പാടിയിൽ വന്ന് വിഷമിച്ചിരിക്കുന്ന കുട്ടികളോട് ഭഗവാൻ ഇങ്ങനെയെല്ലാം പറഞ്ഞു എന്ന് പറയുമ്പോൾ അവർക്ക് ആശ്വാസം ഉണ്ടാവും. അത് ഉദ്ധവർ മനസ്സിലാക്കിയിട്ട് ഭഗവാൻ പറഞ്ഞ വാക്കുകളൊക്കെ ഒത്തിരിയുടെ കയ്യിൽ നിട്ടും കൂടെ പറയണം, അവർക്ക് സന്തോഷം കിട്ടട്ടെന്ന് കരുതി അങ്ങനെ ആശ്വസിപ്പിച്ചു, സമാശ്വസിപ്പിച്ചു. ഇവിടെ ഉദ്ധവർ കൃഷ്ണൻ്റെ പ്രിയ സഖി രാധയെ കൃഷ്ണൻ്റെ അമൃതവാണികളാൽ സന്തോഷിപ്പിച്ചു, സമാശ്വസിപ്പിക്കുന്നു. അപ്പോൾ അമൃതവാണികൾ കൊണ്ട് അത്രയ്ക്കും കഴിവുണ്ട് ഈ ഉദ്ധവർക്ക്. കാരണം നീതിശാസ്ത്ര നിപുണനൊക്കെ ആണല്ലോ. എല്ലാം പറഞ്ഞ് ഫലിപ്പിച്ച ആശ്വസിപ്പിക്കാനുള്ള കഴിവും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ ശ്രേഷ്ഠനായ ഭക്തനായ ഉദ്ധവരെ തന്നെ അവിടേക്ക് പറഞ്ഞു വിട്ടത്. എല്ലാവർക്കും തുണയാകും, ആശ്വാസം പകരാൻ അദ്ദേഹത്തിന് കഴിവുണ്ടെന്ന് ഈശ്വരന് മനസ്സിലായി. അങ്ങനെ ഭഗവാൻ അദ്ദേഹത്തിന് അങ്ങോട്ട് വിട്ടു. നമുക്ക് 10ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 10. യേഷ്യാമിദ്രാക് അനുപഗമനം കേവലം കാര്യഭാരാൽ വിശ്ലേഷേപി സ്മരണദൃഢതാ സംഭവാൽ മാസ്തു ഖേദ. ബ്രഹ്മാനന്ദേ മിളദിന ചിരാൽ സംഗമോ വാ വിയോഗ തുല്യോ വ സ്യാൽ ഇതി തവ ഗിരാസോ കരോൽ നിർവ്യഥാസ്ത. യേഷ്യാമിദ്രാക് അനുപഗമനം കേവലം കാര്യഭാരാൽ വിശ്ലേഷേ വിസ്മരണ ദൃഢതാ സംഭവാൽ മാസ്തു ഖേദ. ബ്രഹ്മാനന്ദേ മിളദിന ചിരാൽ സംഗമോ വാ വിയോഗ തുല്യോ വ സ്യാലിതി തവ ഗിരാസോ കരോൽ നിർവ്യഥാസ്ത. അത്രയെല്ലാം ആശ്വാസം കൊടുത്ത് അടുത്ത രീതി പറയുന്നു. ഭഗവാൻ പറഞ്ഞു വിട്ട അതേ രീതിയിൽ ഉദ്ധവർ കുട്ടികളോട് പറയുവാണ്, ഞാൻ വൈകാതെ തന്നെ നിങ്ങളെ കണ്ടുകൊള്ളാം, നിങ്ങൾ വ്യസനിക്കേണ്ടതില്ല. ഇതൊക്കെ സന്ദേശവാക്യങ്ങളൊക്കെ ഉദ്ധവർക്ക് കൊടുത്തു വിട്ടത് ഇവിടെ കൊണ്ടുവന്ന് അമ്പാടിയിൽ നിന്ന് ഈ ഗോപസ്ത്രീയോട് ഉദ്ധവർ പറയുവാണ്, ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വൈകാതെ തന്നെ നിങ്ങളെ കണ്ടുകൊള്ളാം, നിങ്ങൾ വ്യസനിക്കേണ്ടതില്ല. തിരക്ക് മൂലമാണ് ഞാൻ വരാൻ താമസിക്കുന്നത്. കാണാതിരിക്കുമ്പോഴും സ്മരണയ്ക്ക് ദാർഢ്യമുള്ളതിനാൽ, ദാർഢ്യം എന്ന് പറഞ്ഞാൽ എന്താ? കാണാതിരിക്കുമ്പോൾ ഓർമ്മയ്ക്ക് കൂടുതൽ ശക്തി പ്രാപിക്കും. നമുക്ക് അത് മനസ്സിലാക്കുന്നത് എങ്ങനെയാ? ഭഗവാനെ നമ്മളൊക്കെ പുറമേ കാണുന്നില്ലല്ലോ. എത്രമാത്രം ആ ഓർമ്മയ്ക്ക് ഭഗവാന്റെ എത്രത്തോളം ഓരോ ദിവസം ചെല്ലുന്നവരും എത്രമാത്രം ഭക്തി കൂടിക്കൂടി ദാർഢ്യം ഉണ്ടായി വരുന്ന ദൃഢത, അത് ആണ് ലോകത്തിന് ഭക്തിക്കുള്ള ഒരൊറ്റ ഉദാഹരണം. നമ്മൾ
താഴേക്ക് പോകത്തില്ല. നമ്മൾ ഓരോ ദിവസം ചെല്ലുന്തോറും ആർത്തി പൂണ്ട് കണ്ടോളാൻ വയ്യാത്ത വെപ്രാളത്തിൽ അങ്ങനെയാണ് എല്ലാവരും ഭഗവാനെ പ്രത്യക്ഷമാകുന്ന ദർശനമൊക്കെ കിട്ടുന്നതെല്ലാം അങ്ങനെയാണ്. ഭക്തി വർദ്ധിക്കത്തേ ഉള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. കാണാതിരിക്കുമ്പോഴും സ്മരണയ്ക്ക് ദാർഢ്യമുള്ളതിനാൽ വ്യസനം വേണ്ട. ഭഗവാൻ പറയുന്നതാണ്. ഈ കുട്ടികളോട് ഭഗവാൻ പറഞ്ഞു വിട്ട കാര്യങ്ങൾ ഉദ്ധവർ പറഞ്ഞു കൊടുക്കുക. ഉത്സാഹമായിരിക്കണം എന്നുവെച്ചാൽ സന്തോഷവും ഉത്സാഹമൊക്കെ വേണം. നിങ്ങൾക്ക് വൈകാതെ ബ്രഹ്മാനന്ദം സിദ്ധിക്കുമ്പോൾ, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് വൈകാതെ ബ്രഹ്മാനന്ദം സിദ്ധിക്കുമ്പോൾ സംഗമവും വിരഹവും ഒരുപോലെയായിത്തീരും. അത് കറക്റ്റായ കാര്യമാണ്. നമുക്ക് ബ്രഹ്മാനന്ദം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ കണ്ടില്ലെങ്കിലും അത് സംഗമം കൂടിക്കാഴ്ച ഉണ്ടായാലും അതില്ലെങ്കിലും വിരഹമായാലും ഒരുപോലെ ആയിത്തീരും. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പം ഇത് തന്നെ വേണം. ഈ ലോകത്ത് തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് വിരഹം ഉണ്ടായാൽ പോലും നമുക്ക് ഒന്നും തോന്നുകയില്ല. എന്താ കാരണം? ബ്രഹ്മാനന്ദം അനുഭവിക്കുന്നതുകൊണ്ട്. ഈ ലോകത്ത് നമ്മൾ പലരെയും മക്കളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്രമാത്രം സ്നേഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതിന് ഒരു വിരഹം മാറി അങ്ങോട്ട് കുറച്ച് നിന്ന് മാറിപ്പോകുന്ന ഒരു വിരഹമല്ലേ? അതുപോലെ ആയാലും കൂടി നിൽക്കുമ്പോഴും ഒരുപോലെയാണ്. സംഗമം ഉള്ളപ്പോഴും വിരഹം മാറി നിൽക്കുമ്പോഴും ഒരുപോലെ തന്നെയാണ്. എന്താ കാരണം? എപ്പോഴും നമ്മൾ ബ്രഹ്മാനന്ദം അനുഭവിച്ചാൽ ആ ഒരവസ്ഥയായിത്തീരും. കണ്ടാലും കണ്ടില്ലെങ്കിലും എല്ലാം സമചിത്തത പോലെ തന്നെയാണ്. അത് നിങ്ങൾക്ക് വൈകാതെ ബ്രഹ്മാനന്ദം സിദ്ധിക്കുമ്പോൾ, അവർക്ക് ഇത്രയും ഭക്തി ഉള്ളതുകൊണ്ട് ഭഗവാൻ അറിയാം ഇവർ ബ്രഹ്മാനന്ദം അനുഭവിക്കാനുള്ള യോഗ്യതയുണ്ടെന്ന്. നമ്മളിത് മനസ്സിലാക്കണം. നമുക്ക് ഈ യോഗ്യതയായി വരുന്നുണ്ടോ? ബ്രഹ്മാനന്ദം അനുഭവിച്ച് ആനന്ദത്തിൽ ആറാടാൻ, അതിന് ഒന്നും കാണാതെ ഇപ്പം എല്ലാവരും പലതും കണ്ടും കൊണ്ടും ഒക്കെ ഇരിക്കുമ്പോഴായിരിക്കും ഈ ഒരു സുഖം ഉണ്ട്, ലയം ഉണ്ടെന്ന് പറയുന്നത്. പക്ഷേ വെറുതെ ഒറ്റയ്ക്ക് തന്നെ ഇരിക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് പലർക്കും ഒറ്റയ്ക്ക് ഏകാഗ്രതയായിട്ടിരിക്കുമ്പോൾ എനിക്ക് എന്തോ ബുദ്ധിമുട്ട്, ആരും ഇല്ല അടുക്ക എന്നൊക്കെ തോന്നലുണ്ടാവും. പക്ഷേ ഈ ബ്രഹ്മാനന്ദം എന്നുള്ള സംഗതി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടം. എവിടെയെങ്കിലും ഒരു മുറിയിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞുകൂടാനാണ് ഇഷ്ടം. കാരണം അതിൽ പല സന്തോഷം വേറൊന്നുമില്ല. എങ്ങും പോകാനോ മറ്റുള്ളവരോട്ടൊക്കെ ചർച്ച ചെയ്യാനോ മറ്റുള്ളവരെ കാണാനോ ഈ ലോകത്തിലെ ഒന്നിനും വെളിയിലോട്ട് ഇറങ്ങാനോ ഒന്നിനും താല്പര്യം ഉണ്ടാകത്തില്ല. എന്താ കാരണം? ഈശ്വരനായിട്ട് ലയിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന് ആനന്ദിക്കുന്നതാണ് ഇഷ്ടം. ഞാൻ എൻ്റെ അനുഭവം പറയുന്നത് കൊണ്ടാണ് അത് അങ്ങനെ മനസ്സിലാക്കുന്നത്. ഇത് വായിക്കുമ്പോൾ എനിക്കത് മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് വൈകാതെ അപ്പം നമ്മൾ ഭക്തമക്കൾ ചിന്തിച്ചോണം. ഭക്തി വർദ്ധിക്ക് ഒരുപാട് മക്കൾക്ക് ഭയങ്കര ഭക്തിയുണ്ട്. ഞാൻ ചിന്തിക്കും എന്നെക്കാൾ എത്രയോ ഭക്തിയാണ് അവർക്കെന്ന്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങൾക്കൊക്കെ ബ്രഹ്മാനന്ദം അനുഭവിക്കാനുള്ള അവസരം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വൈകാതെ ബ്രഹ്മാനന്ദം സിദ്ധിക്കുമ്പോൾ സംഗമവും വിരഹവും ഒരുപോലെ ആയിത്തീരും. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്കിരിക്കാനായിരിക്കും സന്തോഷം കൂടുന്നത്. എന്നിങ്ങനെയുള്ള നിന്തിരുവഴിയുടെ സന്ദേശവാക്കുകൾ പറഞ്ഞ് ഉദ്ധവർ ആ വിരഹ ആതുരരായ ഗോപികളെ സാന്ത്വനിപ്പിച്ച് ദുഃഖമകറ്റി. അവരുടെ വിഷമങ്ങളും വേദനകളും ദുഃഖങ്ങളെല്ലാം ഇത് പറഞ്ഞ് അകറ്റി. കാരണം നിങ്ങൾക്ക് വൈകാതെ തന്നെ ബ്രഹ്മാനന്ദം സിദ്ധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഭഗവാൻ അടുത്തുണ്ടെങ്കിലും ദൂരെയാണെങ്കിലും അതായത് വിരഹം അകന്നാണെങ്കിലും കൂടെ നിൽക്കുമ്പോഴും എല്ലാം ഒരേ അവസ്ഥയായിത്തീരും. കാരണം ഉള്ളിൽ എപ്പോഴും പരമാത്മാവ് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ അടുത്ത് നിൽക്കണം? അതിൻ്റെ ആവശ്യമുണ്ടോ? എപ്പോഴും ആ അനുഭൂതി അനുഭവിക്കുകയല്ലയോ? ആ ആനന്ദലഹരി അനുഭവിക്കുകയല്ലയോ? അപ്പോൾ പിന്നെ കണ്ടുകൊണ്ട് നിന്നാലെന്താ, കാണാതിരുന്നാലെന്താ? അതാണ് ഇവിടെ പറയുന്നത്. ഇത്രമാത്രം അർത്ഥവത്തായ കാര്യമായത് അനുഭവിച്ചു വരുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. എത്രമാത്രം ആണ് നമ്മൾക്ക് ഇത് തരുന്നത്. ഈ അനുഭവങ്ങൾ വരുമ്പോഴാണ് ഇതിൻ്റെ മാഹാത്മ്യങ്ങൾ അറിയുന്നത്. നമുക്ക് എനിക്ക് ഇതിനകത്ത് ഈ യൂട്യൂബുകാർ ഒത്തിരി ഇംഗ്ലീഷാണ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. 8 മിനിറ്റ് ഇതിനകത്ത് പരസ്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടുന്ന കാര്യങ്ങളോ എനിക്ക് പല വീഡിയോസും പല അളവിലാണ്, ഒരേ രീതിയല്ല. ഇതിനൊക്കെ എന്തോ അളവുകളുണ്ട്. ഇത്ര മിനിറ്റ് എന്നൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ പലതും പല അളവിലാണ് ഇടുന്നത് സമയങ്ങൾ. അതുകൊണ്ടായിരിക്കും എനിക്കതിനെപ്പറ്റി അറിയാം. ഇവിടങ്ങളിൽ ആരുമില്ല അതൊന്ന് പറഞ്ഞു തരാൻ. അതുകൊണ്ട് ഇന്നിപ്പോൾ ഇത്രേ ഇടുന്നുള്ളൂ മക്കളെ. ഒരു ശ്ലോകം കൂടെ വായിക്കുമ്പം സമയം ഒരുപാട് അങ്ങ് പോകും. അതുകൊണ്ട് ഇന്ന് ഇത്ര ആകട്ടെ. കാരണം അവർ 8 മിനിറ്റിന് ഒരു അവധിയൊക്കെ ഇതിലോട്ട് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. എനിക്കിത് ഇനി ആരെയും കൊണ്ടുവന്ന് കാണിക്കാൻ ഇവിടെങ്ങളിൽ ആർക്കും വിദ്യാഭ്യാസം ഉള്ളവരും ഇല്ല, ഇതിനെപ്പറ്റി അറിവുള്ളവരും ഇല്ല. ഞാനിവനെ എങ്ങനെ ഇത് മനസ്സിലാക്കാനാണ്? ഒരു കൊച്ചുണ്ടായിരുന്നു, അത് ഇവിടെ അല്ല, അപ്പോൾ അത് അങ്ങ് എറണാകുളത്താണ് അവിടെ ജോലി. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.